السلام عليكم ورحمة الله وبركاته إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച അശ്അരികളുടെ പിഴവുകൾ എന്ന ഹെഡിങ്ങിന്റെ കീഴിൽ ക്ലാസ് ഉണ്ടാകുന്നതാണ്. ആരാണ് അശ്അരികൾ, അവരുടെ അഖീദയിൽ വന്ന പിഴവുകളും പോരായ്മകളും എന്തൊക്കെയാണ് പോലുള്ള വിശദമായ ചർച്ചകളാണ് ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ അശ്അരി അഖീദ സ്വീകരിച്ചു വരുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ജനവിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരക്കാരെ ഈ അഖീദയിലടങ്ങിയ ഗുരുതരമായ പിഴവുകളെ ബോധ്യപ്പെടുത്തലും ശരിയായ അഖീദയായ സലഫി അഖീദയിലേക്ക് അവരെ ക്ഷണിക്കലും കൂടിയാണ് ഈ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം. നമ്മൾ പലപ്പോഴായി പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ച അഖീദയും അമലുമാണ് ദീൻ. അതാണ് ശരിയായ പാത. അതിനെയാണ് നാം ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഫോളോ ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഇതാണ് എന്റെ ചൊവ്വായ പാത, അതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുക, മറ്റു മാർഗങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. നിങ്ങൾ അവയെ ഫോളോ ചെയ്താൽ അള്ളാഹുവിന്റെ ശരിയായ പാതയെ തൊട്ട് ആ മാർഗങ്ങൾ നിങ്ങളെ പിഴപ്പിച്ചു കളയും. ഇത് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വസിയ്യത്താണ്, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയെന്ന്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരാകുന്നതിനെയും സഹാബാക്കളുടെ പാത പിൻപറ്റാതിരിക്കുന്നതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ ഉണർത്തി. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ. ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരാകുകയും അവൻ ഹക്ക് ഹുദ സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരാകുകയും മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത ഫോളോ ചെയ്യുകയും ചെയ്താൽ, ഇവിടെ മുഅ്മിനീങ്ങൾ കൊണ്ട് ഉദ്ദേശം ഒന്നാമതായി സഹാബാക്കളാണ്. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവൻ തിരിഞ്ഞ വഴിയെ നാം അവനെ തിരിച്ചുവിടുകയും നരകത്തിലിട്ട് നാം അവനെ കരിച്ചു കളയുകയും ചെയ്യും. വസാഅത്ത് മസീറ, നരകം മടങ്ങിച്ചെല്ലുന്ന സ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും മോശമായതാണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച അഖീദയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ചു തന്ന കർമ്മങ്ങളും, ഇതാണ് ശരിയായ ദീൻ. ഈ ദീനിനെയാണ് അള്ളാഹു തൃപ്തിപ്പെട്ടത്. ഈ ദീനാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ നാം നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന്. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ദീൻ ഇസ്ലാമാണ് എന്ന്. ഇസ്ലാം എന്നാൽ അള്ളാഹുവിനെ തൗഹീദ് കൊണ്ടും അനുസരണ കൊണ്ടും കീഴൊതുങ്ങലും ശിർക്കിൽ നിന്നും ശിർക്കിന്റെ അഹ്ലുകാരിൽ നിന്നും വിട്ടുനിൽക്കലുമാണ്. ഒന്നുകൂടെ വിശാലമായി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച അഖീദയും അമലുമാണ് ഇസ്ലാം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതിലേക്കാണ് നമ്മൾ പൂർണ്ണമായും പ്രവേശിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം,
നിങ്ങൾ ശൈത്താന്റെ പാത ഫോളോ ചെയ്യരുത് എന്ന്. ഇവിടെ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണം എന്ന് അള്ളാഹു പറയുന്നു. ഇസ്ലാമാണ് അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട ദീൻ എന്നല്ല പറയുന്നു. അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ടു തന്ന ദീൻ ഇസ്ലാമാണെന്ന് അള്ളാഹു പറയുന്നു. ആ ഇസ്ലാമിനെയാണ് നമ്മളൊക്കെ സ്വീകരിക്കുന്നത്. എല്ലാവരും മുസ്ലിമാണെന്ന് പറയുന്നു, ഇസ്ലാമിലാണ് ഞാൻ എന്ന് പറയുന്നു. അപ്പോൾ ഏതാണ് ശരിയായ ഇസ്ലാം എന്നതാണ് നാം പഠിക്കേണ്ടത്, നമുക്ക് ബോധ്യപ്പെടേണ്ടത്. അതിനാണ് നമ്മൾ പറഞ്ഞത് ശരിയായ ഇസ്ലാം സഹാബാക്കളുടെ അഖീദ ഏതാണോ അതാണ്, സഹാബാക്കളുടെ കർമ്മങ്ങളാണ് ഏതാണോ അതാണ് എന്ന്. സഹാബാക്കളുടെ കർമ്മങ്ങൾക്കും സഹാബാക്കളുടെ അഖീദകൾക്കും എതിരായി ആര് വിശ്വാസ കാര്യങ്ങൾ ഉണ്ടാക്കിയാലും ആര് കർമ്മങ്ങൾ ഉണ്ടാക്കിയാലും അത് തള്ളപ്പെടേണ്ടതാണ്, തള്ളപ്പെടണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. കാരണം റസൂലുള്ളാഹി സഹാബാക്കളെ പഠിപ്പിച്ച ദീൻ അതല്ല എന്നതുകൊണ്ട്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ദീനിൽ വല്ലതും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അതും തള്ളപ്പെടേണ്ടതാണ്. ആരെങ്കിലും റസൂലുള്ളാഹി കൽപ്പിക്കാത്തൊരു കർമ്മം ദീനിൽ ചെയ്താൽ അതിനെ തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയമുള്ളൂ. ദുനിയാവിലെയും ആഖിറത്തിലെയും പരിപൂർണമായ വിജയം അല്ലാഹു വച്ചിരിക്കുന്നത് ദീനനുസരിച്ചുള്ള ജീവിതത്തിലാണ്. ദീൻ എന്നാൽ സഹാബാക്കൾ എങ്ങനെയാണോ വിശ്വസിച്ചത്, കർമ്മങ്ങൾ ചെയ്തത്, അങ്ങനെ വിശ്വസിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യലാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കളെ പുകഴ്ത്തിയിട്ട് പറഞ്ഞത്, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ആരെങ്കിലും സഹാബാക്കളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാൽ, ജൂതന്മാരെയും നസാറാക്കളെയും മുനാഫിക്കുകളെയും വിമർശിച്ചിട്ട് അല്ലാഹു പറയാൻ, ഈ ജൂത നസാറാക്കളും മുനാഫിക്കുകളും സഹാബാക്കളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിലായനെ എന്ന്. അപ്പോൾ ഹിദായത്തിലാകാൻ അള്ളാഹു മുമ്പിൽ വെക്കുന്ന ഈമാൻ ആരുടെ ഈമാനാണ്? സഹാബാക്കളുടെ ഈമാനാണ്. നിങ്ങൾക്ക് ഹിദായത്ത് വേണോ? നിങ്ങൾ ആര് വിശ്വസിച്ച പോലെ വിശ്വസിക്കണം? സഹാബാക്കൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തി 73 വിഭാഗമാകും, 72 വിഭാഗവും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. വസതഫ്തരികു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, പ്രവാചകരെ, ആ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു വിഭാഗം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അലാ മിസ്ലി മാ അന അലൈഹി വഅസ്ഹാബി. ഞാനും എന്റെ സഹാബാക്കളും ഏതൊരു പാതയിലാണോ ആ പാതയിലുള്ളവർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഉള്ള പാതയാണ് ശരിയായ പാത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളെ പഠിപ്പിച്ച അഖീദയും അമലുമാണ് ശരിയായ അഖീദയും അമലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യഈശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി അല്ലു അലൈഹാ ബിന്നവാജിദ് വതമസ്സകൂ ബിഹാ. അപ്പോൾ നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, സച്ചരിതരായ എന്റെ ഖുലഫാഉർ റാഷിദുകളായ സഹാബാക്കളുടെ ചര്യയെയും മുറുകെ പിടിക്കണം. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ. പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല. എല്ലാ ബിദ്അത്തും ദലാലത്താണ് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിന്റെ പാതയോടൊപ്പം ആരുടെ ചര്യയെയും പറഞ്ഞു? സഹാബാക്കളുടെ ചര്യയെയും പറഞ്ഞു. എന്തിനാണ് സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിന്റെ കൂടെ ചേർത്തി പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനും ഹദീസും പഠിപ്പിച്ചത് സഹാബാക്കളെയാണ്. സഹാബാക്കളുടെ കയ്യിലാണ് ശരിയായ ദീനുള്ളത്. 23 വർഷക്കാലം ഖുർആനെയും ഹദീസിനെയും മുൻനിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ ദീൻ സഹാബാക്കൾക്കാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഈ സഹാബാക്കൾ അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്, ഹക്കിലായവരാണ്, സ്വർഗത്തിന്റെ അഹലുകാരാണ്. റളിയല്ലാഹു അൻഹും വറളു അൻ. അള്ളാഹു തൃപ്തിപ്പെട്ടവരാണ്. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. മുഹാജിറുകളും അൻസാറുകളെയും അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവരുടെ കയ്യിലാണ് സകല ഖൈറുകളും എന്ന് അള്ളാഹു പറഞ്ഞു. ഉലൈക ലഹുമുൽ ഖൈറാത്ത് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സകല ഖൈറുകളും റസൂലുള്ളാഹിന്റെയും സഹാബാക്കളുടെയും കൂടെയാണ്.
അവരാണ് ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവർ എന്ന് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ആ പാതയെ ഫോളോ ചെയ്യാവൂ, ആ പാത മാത്രമാണ് ശരി. അപ്പോൾ ഖുർആനും സുന്നത്തും സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം എന്ന് നമ്മൾ പറയുന്നത് സഹാബാക്കൾ വിജയിച്ചതുപോലെ വിജയിക്കാനാണ്. അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സലാമിന്റെ വീട്ടിലേക്ക്, സമാധാനത്തിന്റെ വീട്ടിലേക്ക് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നു. ഇത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, ആ സ്വർഗത്തിലേക്ക് പോകാൻ എന്തെല്ലാം പണിയെടുക്കണമോ എന്ന് അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു തന്നോ ആ പണിയെടുക്കണം. അതെങ്ങനെയാണ്? എന്താണ് ആ പണി? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കലാണ്. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കൽ എങ്ങനെയാണ്? ഖുർആനെയും സുന്നത്തിനെയും സഹാബാക്കൾ എങ്ങനെയാണ് അമലാക്കിയത് അങ്ങനെ അമലാക്കലാണ്. അതിനാണ് മൻഹജു സലഫ് എന്ന് പറയാ. ഖുർആനും സുന്നത്തും സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നതിനാണ് മൻഹജു സലഫ് എന്ന് പറയുക. സലഫുകളുടെ മൻഹജ്. തോന്നിയതുപോലെ നമുക്ക് ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ പറ്റുകയില്ല. ബിദഅകൾ ഉണ്ടായത് സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ അഖീദ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ അമലുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അവർ ആയത്തു ഹദീസ് ഓതും, അവരെ വക പറയും, സഹാബാക്കളുടെ അഖീദക്കെതിരായി. അങ്ങനെയാണ് ബിദഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിജയിച്ച കക്ഷി, സ്വർഗത്തിൽ കിടക്കുന്ന കക്ഷി ഒരു കൂട്ടരാണ്. അവരാരാണ്? സഹാബാക്കളെ ഫോളോ ചെയ്തവരാണ്. സഹാബാക്കളെ ഫോളോ ചെയ്തവർക്കാണ് സലഫി എന്ന് പറയുക. സലഫുകളുടെ മൻഹജ് ഫോളോ ചെയ്യുന്നവർക്ക്, സഹാബാക്കളുടെ അഖീദയും മൻഹജും പിൻപറ്റുന്നവർക്കാണ് സലഫി എന്ന് പറയുക. നമുക്ക് ഉറപ്പിച്ച് പറയാം, അസ്സലഫിയ്യതു ഹിയൽ ഇസ്ലാം. സലഫിയത്താണ് ഇസ്ലാം. അൽ ഇസ്ലാമു ഹുവ സലഫിയ്യ. ഇസ്ലാം എന്നാൽ അത് സലഫിയത്താണ്. ഇതല്ലാത്തതെല്ലാ മാർഗങ്ങളും പേച്ചതാണ്, വഴികേടാണ്, നരകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ പേച്ച കക്ഷികളെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം ഉണ്ടാകണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പിൽക്കാലത്ത് ഒരുപാട് പേച്ച കക്ഷികൾ ഉണ്ടായി. ആദ്യ തലമുറയിൽ ഉണ്ടായ അടിസ്ഥാനപരമായ 3 ഫിറഖുകളാണ്, 4 കക്ഷികളാണ്. 1 ഖവാരിജുകൾ, 2 റാഫിലുകൾ, 3 ജഹ്മികൾ, 4 മുഅ്തസിലുകൾ. ഉസൂലുൽ ഫിറഖാണ് ഈ 4 പേർ. ആദ്യ കാലഘട്ടത്തിലെ ആദ്യ തലമുറയിൽ ഉണ്ടായ 4 ഫിറഖുകളാണ് ഇവർ. ഈ 4 ഫിറഖുകൾ, ഈ 4 സംഘങ്ങൾ, വിഭാഗങ്ങൾ പിഴച്ചു പോകാനുള്ള കാരണം സഹാബാക്കളുടെ അഖീദക്ക് വിഭിന്നമായി അഖീദകൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. സഹാബാക്കളുടെ കർമ്മങ്ങൾക്കും നിലപാടുകൾക്കും വിഭിന്നമായി കർമ്മങ്ങളും നിലപാടുകളും ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഇതിനെ തുടർന്ന് ഒരുപാട് ബിദഈ പ്രസ്ഥാനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ ആശയത്തെ തുടർന്ന്. അങ്ങനെ പിന്നീട് ഉണ്ടായ ഒരു ബിദഈ പ്രസ്ഥാനമാണ് അശ്അരികൾ. അശ്അരികൾ ഇന്ന് അഹ്ലുസുന്നയുടെ പരിവേഷത്തിലാണ് അറിയപ്പെടുന്നത്. മുസ്ലിമീങ്ങളിൽ ഒരു വലിയ ജനവിഭാഗം അശ്അരി അഖീദയെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ തബ്ലീഗുകാർ, അവർ അശ്അരി മാതുരീദി അഖീദ സരണിയെ ഫോളോ ചെയ്യുന്നവരാണ്. നമ്മുടെ നാട്ടിലുള്ള സമസ്തക്കാർ അശ്അരി മാതുരീദി അഖീദയെ ഫോളോ ചെയ്യുന്നവരാണ്. അശ്അരികളാണ് സമസ്തക്കാർ, അശ്അരികളാണ്. നമ്മുടെ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരായ ഇഖ്വാൻ മുസ്ലിമൂന്റെ സ്ഥാപക നേതാക്കന്മാർ, അവരുടെ നേതൃനിരയിലുള്ള പലരും അശ്അരികളോ മാതുരീദികളോ പോലുള്ള അഖീദ പേർന്നവരാണ്. നമ്മുടെ നാട്ടിലുള്ള മർക്കസു ദഅവക്കാർ, അവർ അള്ളാഹുവിന്റെ സിഫാത്തുകളെ മനസ്സിലാക്കുന്നതിൽ സലഫുകളുടെ റൂട്ടിലല്ല, അശ്അരികളെയും ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് മർക്കസു ദഅവക്കാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ശരിയായ പാത വേർതിരിച്ച് മനസ്സിലാക്കണം, അത് ബാക്കിയാകണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അപ്പോൾ അശ്അരികളെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിഭാഗം പേരും അശ്അരികളാണ്. അശ്അരികളാണെന്ന് വാദിക്കുന്നവരാണ്. പലർക്കും അശ്അരിയത്ത് എന്താണെന്ന് അറിയില്ല. അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ പറഞ്ഞതുപോലെ അശ്അരികളെങ്ങാനും, അല്ലെങ്കിൽ ഞാൻ അശ്അരിയാണെന്ന് പറയുന്നവൻ അശ്അരിയത്ത് എന്തെന്നറിഞ്ഞിരുന്നുവെങ്കിൽ സിംഹത്തെ കണ്ടാൽ ഓടുന്നത് പോലെ അശ്അരിയത്തിൽ നിന്ന് ഓടുമായിരുന്നു. അത്ര ലലാലാത്തും കുഫറും നിറഞ്ഞു കിടക്കുന്ന ഒരു മദ്ഹബാണ് അശ്അരിയത്ത് എന്ന്. ഇൻഷാ അല്ലാഹ് നമ്മൾ വഴി അത് പഠിക്കും. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയിലേക്ക് ചേർത്തിയിട്ടാണ് അശ്അരികൾ എന്നറിയപ്പെടുന്നത്. അലി ഇബ്നു ഇസ്മായിൽ അബുൽ ഹസൻ അൽ അശ്അരി, അദ്ദേഹത്തിന്റെ പൂർണ്ണ പേര് അലി ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇസ്ഹാഖ് അൽ അശ്അരി.
അബുൽ ഹസൻ. ഹിജ്റ 260 അദ്ദേഹം ജനിക്കുന്നത്. അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യ കാലഘട്ടത്തിൽ ബിദഈ പ്രസ്ഥാനങ്ങളുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായ മുഅ്തസിലി ചിന്താഗതിയിലായിരുന്നു. അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ, അദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം രണ്ടാമത് വിവാഹം ചെയ്തത് മുഅ്തസിലികളുടെ നേതാവായ അബു അലി അൽ ജുബായി എന്ന് പറയുന്ന പണ്ഡിതനെയാണ്. റഈസുൽ മുഅ്തസില, മുഅ്തസിലിയാക്കളുടെ നേതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ആ രണ്ടാനുപ്പയുടെ കൂടെ 40 വർഷം മുഅ്തസിലിയായി ജീവിക്കുകയായിരുന്നു അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി. മുഅ്തസിലിയായി ജീവിക്കുക മാത്രമല്ല, മുഅ്തസിലികളുടെ ഇമാമായി, ഒരുപാട് വിദ്യാർത്ഥികളുടെ ഉസ്താദായി, ഒരുപാട് ഗ്രന്ഥത്തിന്റെ രചയിതാവായി അറിയപ്പെട്ട ഒരു പണ്ഡിതനായി അന്ന് മുഅ്തസിലികളുടെ കൂട്ടത്തിൽ അബുൽ ഹസൻ അൽ അശ്അരി ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ 40 വർഷത്തിലേറെ മുഅ്തസിലിയായി ജീവിച്ച അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നീട് അദ്ദേഹത്തിന് മുഅ്തസിലി ചിന്താഗതി പിഴച്ചതാണെന്നും അതിലെ പല വാദങ്ങളും ശരിയല്ല എന്നും ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മുഅ്തസിലി ചിന്താഗതി ഒഴിവാക്കുകയും അന്ന് മുഅ്തസിലികൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കുല്ലാബികൾ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം, ഒരു ടീം. അബു മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു സഈദ് ഇബ്നു കുല്ലാബ് എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണത്. അവർ അഹ്ലുസുന്നയാണെന്നും പറഞ്ഞാണ് രംഗത്ത് വന്നത്. മുഅ്തസിലികൾക്കെതിരെ ശക്തമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിരുന്നു അവർ. അപ്പോൾ മുഅ്തസിലിയത്ത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നീട് കുല്ലാബി മദ്ഹബിലേക്ക് ചേരുകയാണ് ഉണ്ടായത്. 40 വർഷത്തിന് ശേഷം, വലിയ ഇമാമായതിനു ശേഷം, ഒരുപാട് ഗ്രന്ഥം എഴുതിയതിനു ശേഷം, ഒരുപാട് വിദ്യാർത്ഥികളുടെ ഉസ്താദായതിനു ശേഷം കുല്ലാബിയത്തിലേക്ക് മടങ്ങി. അങ്ങനെ കുല്ലാബിയത്തിലും ഇമാമായി തുടർന്നു. അബ്ദുല്ലാഹി ഇബ്നു സഈദ് ഇബ്നു കുല്ലാബ് എന്ന് പറയുന്ന പണ്ഡിതനെ ഫോളോ ചെയ്തു. അവിടെയും ദഅവാ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. പല വിഷയത്തിലും കുല്ലാബികൾക്കും അദ്ദേഹം എതിരായി. കുല്ലാബികളുടെ പല വാദങ്ങളും തെറ്റായ വാദമാണ്. ആ വാദത്തിനും അദ്ദേഹം എതിരായി. അവസാനം കുല്ലാബികളും ശരിയല്ല, കുല്ലാബിയത്തിലും ഒരുപാട് പിഴവുകളുണ്ട് എന്ന് മനസ്സിലാക്കി മരിക്കുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിലേക്ക് വന്നു. ഞാൻ ഇമാം അഹ്മദിന്റെ അഖീദയിലേക്ക് മടങ്ങുകയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. പണ്ഡിതന്മാർ എഴുതിയത്, അദ്ദേഹം മിമ്പറിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ കമീസ് ഊരി എറിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഈ കമീസ് ഊരി എറിഞ്ഞതുപോലെ എന്റെ പേച്ചാഖീദ ഊരി എറിയാൻ, ഞാൻ ഇമാം അഹ്മദിനെ ഫോളോ ചെയ്യാൻ. അങ്ങനെ അദ്ദേഹം അൽ ഇബാന അൻ ഉസൂലി ദിയാന എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ അത് തുറന്നു പറയുകയും ചെയ്തു, നമ്മൾ ഇനി ഇമാം അഹ്മദിന്റെ അഖീദയിലാണ്. ഇമാം അഹ്മദ് അന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമായിട്ട് അറിയപ്പെട്ടിരുന്നു. അങ്ങനെ 3 സ്റ്റേജുകളിലായി കഴിഞ്ഞുപോയ ഒരാളാണ് അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി. അശ്അരികൾ പറയുന്നു 3 സ്റ്റേജില്ല, 2 സ്റ്റേജേ ഉള്ളൂ. ഒന്ന് മുഅ്തസിലി സ്റ്റേജ്, അതെന്തായാലും അശ്അരികൾ അംഗീകരിക്കുന്നുണ്ട്. അവരുടെ ഇമാം 40 കൊല്ലം എന്തായിരുന്നു? മുഅ്തസിലി ആയിരുന്നു. ജനിച്ച് 40 കൊല്ലം മുഅ്തസിലിയായ ഒരാളെ ഒരു കൂസലില്ലാണ്ട് ഇമാമാക്കാൻ ഇവർക്കൊരു മടിയില്ല. അതിനുശേഷം കുല്ലാബിയത്തിലേക്ക് വന്നു എന്നതും അദ്ദേഹം അശ്അരികൾ അംഗീകരിക്കുന്നു. പിന്നീട് സലഫിയായി എന്നുള്ളതിനെ അശ്അരികൾ അംഗീകരിക്കുന്നില്ല. അശ്അരികൾ മാത്രമല്ല, പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത് അബുൽ ഹസൻ അശ്അരിക്ക് 2 സ്റ്റേജേ ഉണ്ടായിട്ടുള്ളൂ. ഒന്നാമത്തേത് മുഅ്തസിലിയത്ത്, രണ്ടാമത്തേത് കുല്ലാബിയത്ത്. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നത് അല്ല, 3ാമത്തെ സ്റ്റേജ് ഉണ്ടായിട്ടുണ്ട്, അഹ്ലുസുന്നയിലേക്ക് അദ്ദേഹം അവസാനം മടങ്ങിയിട്ടുണ്ട് എന്ന്. എന്നിരുന്നാലും ആദ്യത്തെ 2 സ്റ്റേജിൽ എല്ലാവരും ഏകാഭിപ്രായക്കാരാണ്. ആദ്യത്തെ സ്റ്റേജ് മുഅ്തസിലിയാക്കൾ, അവർ ബിദഈകളാണെന്നതിൽ ആർക്കും അഭിപ്രായമില്ല. രണ്ടാമത്തെ സ്റ്റേജ് കുല്ലാബികൾ, അവരും ബിദഈകളാണെന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമില്ല. അങ്ങനെയാണ് അശ്അരി മദ്ഹബ് എന്നൊരു മദ്ഹബ് രൂപാന്തരപ്പെടുന്നത് ഈ ഇമാമിലേക്ക് ചേർത്തിക്കൊണ്ട്. രണ്ടാമത്തെ വാദപ്രകാരം അശ്അരി ഇമാമിനെ 2 സ്റ്റേജേ ഉള്ളൂ എന്ന വാദപ്രകാരമാണ് എങ്കിൽ അശ്അരി മദ്ഹബ് എന്നൊരു മദ്ഹബ് ഇല്ല. അബുൽ ഹസൻ അശ്അരിയിലേക്ക് ചേർത്തി പറഞ്ഞുവെങ്കിലും ആ മദ്ഹബ് യഥാർത്ഥത്തിൽ ഏത് മദ്ഹബാണ്? കുല്ലാബിയത്താണ്. അബു മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു സഈദ് ഇബ്നു കുല്ലാബ് എന്ന് പറയുന്ന ആളുടെ മദ്ഹബാണ് യഥാർത്ഥത്തിൽ അശ്അരിയത്ത്. ഇമാം അബുൽ ഹസൻ അശ്അരിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അശ്അരികൾ എന്ന് പറയുന്നത്. കുല്ലാബികളെയും അശ്അരികളുടെയും അഖീദ പരിശോധിച്ച് നോക്കിയാൽ പല വിഷയത്തിലും ഒരേ അഖീദയിലാണ്. എന്തുകൊണ്ടാണ്? രണ്ടും ഒന്ന് തന്നെയാണ്. അശ്അരികൾക്ക് അടിസ്ഥാനപരമായും 3 ഉസൂലുകളാണുള്ളത്.
ഈ 3 ഉസൂൽ ആര് സ്വീകരിച്ചോ ഓൻ അശ്അരിയാണ്, ഓൻ ബിദഅയാണ്, ളാലാണ്. ഒന്നാമത്തേത് തഖ്ദീമുൽ അഖ്ലി അലൻ നഖ്ലി തഖ്ദീമൻ മുത്ലഖ, പ്രമാണത്തെക്കാൾ ബുദ്ധിയെ നിരുപാധികം മുന്തിക്കുക. അശ്അരി പണ്ഡിതന്മാരായ റാസി, ഗസാലി, ഇബ്നു ഫൂറഖ്, അബൂബക്കർ അൽ ബാക്കിലാനി, ജുവൈനി പോലുള്ള അശ്അരികളുടെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഒരു അഖീദ, ഈ ഒരു ഉസൂല് എഴുതിയിട്ടുണ്ട്, ഈ ഒരു അസ്ൽ എഴുതിയിട്ടുണ്ട്. ബുദ്ധിക്കെതിരെ ഹദീസ് ഖുർആൻ വന്നാൽ എന്ത് മുന്തിക്കണം? ബുദ്ധി മുന്തിക്കണം. തഖ്ദീമുൽ അഖ്ലി അലൻ നഖ്ൽ, പ്രമാണത്തെക്കാൾ ബുദ്ധിയെ മുന്തിക്കണം. തഖ്ദീമൻ മുത്ലഖ, നിരുപാധികം, ഒന്നുമില്ല, ഒരു ഉപാധിയുമില്ല. രണ്ടാമത്തേത് അശ്അരികൾ ആഹാദായ ഹദീസുകളെ അഖീദക്ക് സ്വീകരിക്കൂല. ഹദീസ് നമ്മളിലേക്ക് എത്തിയത് 2 രീതിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഹദീസുകൾ നമുക്ക് വന്നെത്തിയത് 2 വഴികളിലൂടെയാണ്. ഒന്ന് മുതവാത്തിറായിട്ട്, 2 ആഹാദായിട്ട്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ഒരു പറ്റം പണ്ഡിതന്മാരാൽ കൈമാറി വന്ന ഹദീസുകൾക്കാണ് മുതവാത്തിറായ ഹദീസ് എന്ന് പറയുക. സഹാബാക്കൾ ഒരു തൊബക്ക, താബിയങ്ങൾ മറ്റൊരു തൊബക്ക, തബഉ താബിയങ്ങൾ ഒരു തൊബക്ക. പിന്നെ ഓരോ ഇതിനും തൊബക്ക എന്ന് പറയാം, ഘട്ടം. സഹാബാക്കളുടെ ഘട്ടം, താബിയങ്ങളുടെ ഘട്ടം, തബഉ താബികളുടെ ഘട്ടം, അത്ബാഉ താബികളുടെ ഘട്ടം. ഈ ഓരോ ഘട്ടത്തിലുമുള്ള ആൾക്കാർ ഒരുപാടുണ്ടാകും. ഒറ്റ ഹദീസിന്, ഒരു ഹദീസിന് ഒരുപാട് പേർ ഉദ്ധരിക്കുക. സഹാബാക്കൾ 10 പേർ ഒറ്റ ഹദീസിന്, താബിയങ്ങൾ 10 പേർ ഒറ്റ ഹദീസിന്. അങ്ങനെ ഒരുപാട് പേരാൽ കൈമാറി വന്ന ഹദീസിനാണ് മുതവാത്തിറായ ഹദീസ് എന്ന് പറയുക. ഉദാഹരണത്തിന് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ എന്ന് പറയുന്ന ഹദീസ് മുതവാത്തിറാണ്. ആരെങ്കിലും മനഃപൂർവ്വം എനിക്കെതിരെ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്നുമുള്ളൊരു സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന ഹദീസ്. ഈ ഹദീസ് 70 ചൊല്ലാനാണ് സഹാബാക്കൾ ഉദ്ധരിച്ചത്. അതേപോലെ താബിയങ്ങൾ, അതേപോലെ തബഉ താബിയങ്ങൾ, എല്ലാ തൊബക്കയിലും ഒരുപാട് പേരുണ്ട്, റിപ്പോർട്ടർമാരുണ്ട്. അങ്ങനെ ഒരുപാട് പേരാൽ കൈമാറി വന്ന ഹദീസിനാണ് മുതവാത്തിർ എന്ന് പറയുക. മുതവാത്തിറാണ് ഒരു ഹദീസ് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹദീസ് സ്വീകാര്യമാണ്. മുതവാത്തിറായ ഹദീസിൽ സ്വീകാര്യമായത് അസ്വീകാര്യമായത് എന്നില്ല. മുതവാത്തിറായ ഹദീസുകളെല്ലാം സ്വീകാര്യമാണ്. അതുകൊണ്ട് തന്നെ മുതവാത്തിറായ ഹദീസ് അഖീദക്കും പറ്റും, അമലിനും പറ്റും. മുതവാത്തിറല്ലാത്ത ഹദീസുകൾക്ക് പറയുന്ന പേരാണ് ആഹാദ്. ആഹാദായ ഹദീസുകൾ അടിസ്ഥാനപരമായി 3 എണ്ണാണ്. 1 മഷ്ഹൂർ, 2 അസീസ്, 3 ഗരീബ്. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ എണ്ണം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ 3 പേരാകുക. ഇപ്പൊ സഹാബാക്കൾ ഏറ്റവും ചുരുങ്ങിയ എണ്ണം 3 പേർ, താബികൾ 4 ഉണ്ട്, തബു താബി 5 ഉണ്ട്. അതല്ല, ഏറ്റവും കുറഞ്ഞ ഏത് ഘട്ടത്തിലാണോ ആ എണ്ണം 3 ആണ് എങ്കിൽ അതിന് മഷ്ഹൂർ എന്ന് പറയും. 2 ആണെങ്കിൽ അസീസ് എന്ന് പറയും, 1 ആണെങ്കിൽ ഗരീബ് എന്ന് പറയും. അപ്പൊ മഷ്ഹൂർ, അസീസ്, ഗരീബ് അടങ്ങിയ ഹദീസുകൾക്കാണ് ആഹദായ ഹദീസ് എന്ന് പറയുക. ആഹദായ ഹദീസ് 2 തരത്തിലാണ്, സ്വീകാര്യമായതുണ്ട്, അസ്വീകാര്യമായതുണ്ട്. ആഹാദായ ഹദീസുകൾ ഉദ്ധരിച്ച റിപ്പോർട്ടർമാരെ പരിശോധിച്ച് അവർ വിശ്വസ്തരാണ് എങ്കിൽ ഹദീസിന് സ്വീകാര്യമായ ഹദീസ് എന്ന് പറയും. റിപ്പോർട്ടർമാരിൽ ദുർബലന്മാരായ റിപ്പോർട്ടർമാരുണ്ടെങ്കിൽ അതിന് അസ്വീകാര്യമായ തള്ളപ്പെട്ട ഹദീസ് എന്ന് പറയും. അശ്അരികൾ പറയുന്നത് ഈ ആഹാദായ ഹദീസുകൾ അഖീദക്ക് പറ്റൂല, അഖീദക്ക് മുതവാത്തിർ തന്നെ ആകണം. അവരുടെ അസ്ലാണ്. ആഹാദായ ഹദീസ് അഖീദക്ക് സ്വീകരിക്കൂല. കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം, ഫിഖ്ഹിന് വേണ്ടി മാത്രം ആഹാദായ ഹദീസ്. മൂന്നാമത്തെയുള്ള ഉസൂല്, ഖുർആനിലും ഹദീസിലും വന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ സിഫാത്തുകളെ, അള്ളാഹുവിന്റെ ഇസ്മുകൾ, വിശേഷണങ്ങൾ, അവ തശ്ബീഹാണ്, അത് സദൃശ്യപ്പെടുത്തലാണ്. ഖുർആനിലും ഹദീസിലും വന്ന പ്രകടമായ അർത്ഥത്തെ എടുക്കാൻ പാടില്ല. അള്ളാഹ് പറഞ്ഞു യദുല്ലാഹി ഫൗക ഐദീഹിം, അതിന്റെ പ്രകടമായ അർത്ഥം എടുക്കാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കണം. അള്ളാഹുവിന്റെ കൈ അവരുടെ കൈകൾക്ക് മേലെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കഴിവ് എന്നാണ് അർത്ഥം, കൈ എന്നർത്ഥം വെക്കാൻ പാടില്ല. റസൂൽ പറഞ്ഞു യൻസിലു റബ്ബുനാ തബാറക വ തആല ഇലസ് സമാഇ ദുനിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എല്ലാ രാത്രിയിലും. രാത്രിയുടെ 1/3 ഭാഗം അവശേഷിക്കുമ്പോൾ അള്ളാഹ് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ എല്ലാം ഇറങ്ങി വരിക, അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങി വരിക. അള്ളാഹ് ഇറങ്ങി പറയാൻ പാടില്ല. അപ്പൊ അള്ളയും അള്ളാന്റെ റസൂലും അള്ളാഹിനെ സംബന്ധിച്ച് പറഞ്ഞതിന്റെ പ്രകടമായ അർത്ഥം എടുക്കാൻ പാടില്ല. അത് തശ്ബീഹാണ്, സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്തലാണ് അള്ളാനെ. അത് വ്യാഖ്യാനിക്കണം. അവർ പറയും വകുല്ലു വസ്ഫിൻ ഔഹമ തശ്ബീഹ
അവ്വിൽഹു ഔ ഫവ്വിൽ വറും തൻസീഹ. അവിടെ അശ്ശരികൾ പാടുന്നൊരു പാട്ടാണ്. തശ്ബീഹിനെ, അള്ളാഹുവിന്റെ സിഫാത്തുകളിൽ ഏതെങ്കിലും ഒന്ന് സൃഷ്ടികളുടെ സിഫത്തുകളോട് തശ്ബീഹാകുന്നുണ്ട്, സദൃശ്യമാകുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്കറിയില്ല എന്നിട്ട് അള്ളാഹ്ക്ക് വിടണം. രണ്ടായാലും നീ ഉദ്ദേശിക്കേണ്ടത് അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തലാണ്. ഇതാണ് അശ്ശരികളുടെ 3 അസ്ലുകൾ. ഈ 3 അസ്ല് സ്വീകരിച്ചവർക്കാണ് അശ്ശരി എന്ന് പറയാ. ഈ 3 അസ്ല് സ്വീകരിക്കാതെ അശ്ശരികളുടെ ഏതെങ്കിലും ഒരു മസ്അലക്ക് യോജിച്ചാൽ ഓൻ അശ്ശരി വിളിക്കരുത്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഏതെങ്കിലും ഒരു മസ്അലയിൽ ഒരാൾ ഏതെങ്കിലും ടീമിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഓൻ ആ ടീമിന്റെ ആളാക്കി പറ്റും. ഇല്ല, ബിദഈകളുടെ ഉസൂല് സ്വീകരിച്ചാലാണോ ബിദഈയാകുക? ശൈഖ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഉലമാക്കളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ കാണാം, ഈ അഭിപ്രായമാണ് മുഅ്തസിലികൾക്കും ഇമാം ഷാഫിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ഇമാം ഷാഫി മുഅ്തസിലിയായിന്നാ? അല്ലെങ്കിൽ മുഅ്തസിലികളൊക്കെ ഇമാം ഷാഫിയുടെ മദ്ഹബിലായിന്നാ? അല്ല. ആ മസ്അലയിൽ അവർ ഇജ്തിഹാദ് ചെയ്തെത്തിയ അഭിപ്രായം അതാണ്. അങ്ങനെ പല അഭിപ്രായങ്ങൾ പറയുന്ന കാണാം. അതുകൊണ്ട് അയാൾ ചേർത്തി പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്അലയിൽ ബിദഈകളുടെ ഏതെങ്കിലും ഒരു മസ്അല, ഫുറൂഇയായ മസ്അലപരമായ കാര്യങ്ങൾ ആരെങ്കിലും യോജിച്ചു എന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അയാളെ ആ ബിദഈ എന്ന് പറയാൻ പാടില്ല. ഈ ഉസൂല് സ്വീകരിച്ചാലാണ് ബിദഈയാകുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കുറെ ഖവാരിജികൾക്ക് 4 ഉസൂലുകൾ പറഞ്ഞു, മുഅ്തസിലികൾക്ക് 5 ഉസൂല് പറഞ്ഞു, അങ്ങനെ ഓരോരുത്തർക്കും ജഹ്മികൾക്ക് 3 ഉസൂല് പറഞ്ഞു. ആ ഉസൂല് സ്വീകരിക്കുമ്പോഴാണ് അവൻ ബിദഈ, ആ പ്രസ്ഥാനത്തിന്റെ ആളായി മാറുക. ഇത് 3ഉം അശ്അരികളുടെ ഉസൂലാണ്. ഈ 3 ഉസൂലും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെയും ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയും അശ്അരികൾ എന്ന് പറയാത്തത്. അശ്അരികളുടെ പല മസ്അലകളോടും ഇവർ രണ്ടുപേരും യോജിച്ചിട്ടും ഈ 3 ഉസൂലിനെ ഇവർ അംഗീകരിച്ചിട്ടില്ല. എന്നതുകൊണ്ട് നമ്മൾ പറയും ഇബ്നു ഹജർ അസ്കലാനി അശ്അരിയല്ല, ഇമാം നബവിയും അശ്അരിയല്ല. അശ്അരി വാദങ്ങൾ ഇവർ രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇവരുടെ ഉസ്താദുമാരൊക്കെ അശ്അരികളായിരുന്നു. ഇവർ ജനിച്ചു വളർന്നു വന്ന സാഹചര്യം, മാഹൗൽ, ബിയത്ത്, അത് അശ്അരി ബിയത്തായിരുന്നു. ഉസ്താദുമാർ അശ്അരികൾ, വീട്ടുകാർ അശ്അരികൾ, നാട്ടുകാർ അശ്അരികൾ. സലാഹുദ്ദീൻ അയ്യൂബി ഭരിച്ച കാലത്ത് നിർബന്ധമായും അശ്അരി അഖീദ പഠിപ്പിക്കണം എന്നുള്ളത് അദ്ദേഹം നിർബന്ധമാക്കിയിരുന്നു. അശ്അരി അഖീദ, അഹ്ലുസുന്നത്ത് അഖീദയെ അദ്ദേഹം പ്രചരിപ്പിച്ചിരുന്നു. എല്ലാവർക്കും അശ്അരി അഖീദ സ്വീകരിക്കാൻ നിർബന്ധമായി. ഭരണാധികാരിയാണ് നിർബന്ധിപ്പിക്കുന്നത്. പഴയകാലത്ത് മർവാനും മഅ്മൂനും അൽ വാസിഖ് ബില്ലയും അൽ മുഅ്തസിം ബില്ലയും പോലുള്ളവർ മുഅ്തസിലി അഖീദ സ്വീകരിക്കണം നിർബന്ധം പറഞ്ഞതുപോലെ, അത് അബ്ബാസി ഭരണാധികാരികളിൽ 8 പേരിൽ 3 പേർ ബിദഈകളായിരുന്നു. മഅ്മൂൻ, വാസിഖ് ബില്ല, മുഅ്തസിം ബില്ല. ഇവർ 3 പേരും മുഅ്തസിലികൾക്ക് അവരുടെ ബിദ്അത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ വാദവും തുറന്നു കൊടുത്തവരായിരുന്നു. ഈ വാദം സ്വീകരിക്കാത്തവരെ അവർ പേടിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ എല്ലാവരും സ്വീകരിക്കുന്ന നിർബന്ധമായി മാറും. ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയാത്തവരെ കൊന്നിട്ട് വരെയുണ്ട്, ജയിലിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ ബിദഈകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഖുർആൻ സൃഷ്ടിയാണെന്നുള്ള പേച്ചവാദം പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ബിദഅത്ത് പ്രചരിച്ചത് തന്നെ. ഈ 3 ഉസൂലുകളാണ് അശ്അരികളുടെ അടിസ്ഥാനപരമായ 3 അസ്ലുകൾ. ഈ അസ്ല് സ്വീകരിച്ചവനാണ് അശ്അരി എന്ന് പറയുക. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അശ്അരികൾക്ക് അശ്അരി അഖീദ ഉണ്ടാക്കാനുള്ള പ്രചോദനം ഇവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ചില ബിദഈ പ്രസ്ഥാനങ്ങളാണ്. പണ്ഡിതന്മാർ പറയുന്നത് പോലെ അശ്അരികൾ മുഅ്തസിലിയത്തിൽ നിന്നും ഉണ്ടായതാണ്. മുഅ്തസിലികൾ ജഹ്മികളിൽ നിന്നും ഉണ്ടായതാണ്. ജഹ്മികൾ കുഫാറുകളാണെന്നതിൽ സലഫുകൾ ഇജ്മാഅ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ബിദഈ പ്രസ്ഥാനങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഖവാരിജികൾ, മുഅ്തസിലികൾ, ഖദരികൾ, മുർജികൾ എന്നൊക്കെ പറഞ്ഞു. ജഹ്മികളുടെ പേര് പറഞ്ഞില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, ജഹ്മികൾ ബിദഈ പ്രസ്ഥാനത്തിൽ പെടൂലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അൽ ജഹ്മിയ്യത്തു ലൈസു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജഹ്മികൾ ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട തന്നെയല്ല, അവർ കാഫിറുകളാണെന്ന് വിശുദ്ധ ഇജ്മാഅ് ഉണ്ട്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളായി അറിയപ്പെട്ട ജഹ്മികൾ അവർ കാഫിറുകളാണ് എന്ന് സലഫുകൾ ഇജ്മാഅ്, കടുത്ത കുഫ്രൻ വാദങ്ങൾ പറഞ്ഞവരാണ്. ആ ജഹ്മിയത്താണ് മുഅ്തസിലികൾക്ക് പ്രചോദനം. മുഅ്തസിലി അഖീദ ഉണ്ടാക്കാൻ അവരെ സഹായിച്ചത് ജഹ്മികളാണ്. ഈ മുഅ്തസിലികളാണ് അശ്അരി അഖീദക്ക് പ്രചോദനം. അശ്അരികളുടെ അഖീദ പരിശോധിച്ച് നോക്കിയാൽ പല വിഷയത്തിലും മുഅ്തസിലികളോട് യോജിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇമാമുൽ ഹറമൈനി അബ്ദുൽ മലിക് അൽ ജുവൈനി അദ്ദേഹം രംഗത്ത് വന്നതിന് ശേഷം പല അശ്അരി ഉസൂലുകളും മസ്അലകളും മുഅ്തസിലി മസ്അലകളായി അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അശ്അരികളുടെ ഇമാമുമാർ ആരൊക്കെയാണ്? അശ്അരി മദ്ഹബിലെ ഇമാമുമാർ അശ്അരികൾക്ക് തന്നെ എണ്ണി പറയാൻ പറ്റാത്തതാണ്. ഒന്നാമത്തേത് അശ്അരികളുടെ ഇമാമ് അബുൽ ഹസൻ അത്തൊബിരി എന്ന് പറയുന്ന പണ്ഡിതനാണ്. അബുൽ ഹസൻ അത്തൊബിരി, ഇബ്നു ജരീർ അത്തൊബിരി അല്ല, മുഫസ്സിറായ അദ്ദേഹം സലഫിയാണ്. മുഫസ്സിറായ ഇബ്നു ജരീർ അത്തൊബിരി, ഇത് അബുൽ ഹസൻ അത്തൊബിരി, അദ്ദേഹം സലഫി അശ്അരിയാണ്. ഹിജ്റ 380 മരണപ്പെട്ട പണ്ഡിതനാണ്. രണ്ടാമത്തേത് അബൂബക്കർ അൽ ബാക്കില്ലാനി, ഹിജ്റ 403 മരണപ്പെട്ട പണ്ഡിതനാണ്. അബൂബക്കർ അൽ ബാക്കില്ലാനി അശ്അരി നേതാവാണ്. മൂന്നാമത്തേത് മുഹമ്മദ് ബിൻ ഹസൻ ഇബ്നു ഫൂറഖ് എന്ന് പറയുന്ന ആള്, ഹിജ്റ 406 മരണപ്പെട്ട പണ്ഡിതനാണ്, അശ്അരികളുടെ നേതാവാണ്. നാലാമത്തേത് അബുൽ മആലി ഇമാമുൽ ഹറമൈൻ അബ്ദുൽ മലിക് ഇബ്നു അബ്ദുല്ല അൽ ജുവൈനി, ഹിജ്റ 419 മരണപ്പെട്ട പണ്ഡിതനാണ്. അഞ്ചാമത്തേത് അബു ഹാമിദ് മുഹമ്മദ് ഇബ്നു മുഹമ്മദ് അൽ ഗസാലി, ഹിജ്റ 505 മരണപ്പെട്ട പണ്ഡിതൻ. ആറാമത്തേത് അബുൽ ഫതഹ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ കരീം ഇബ്നു അഹ്മദ് അഷ്ഷഹ്റസ്താനി, ഹിജ്റ 548 മരണപ്പെട്ട പണ്ഡിതനാണ്. ഏഴാമത്തേത് അബു അബ്ദില്ല മുഹമ്മദ് ബിൻ അംർ ബിൻ അൽ ഹുസൈൻ അർ റാസി, ഹിജ്റ 606 മരണപ്പെട്ട ഫഖറുദ്ദീൻ അർ റാസി, ഹിജ്റ 606 മരണപ്പെട്ട ഈ 7 പണ്ഡിതന്മാരാണ് അശ്അരി അഖീദ മദ്ഹബിലെ പ്രഗത്ഭരായ ഇമാമുമാർ. എന്നാൽ അശ്അരികൾ തന്നെ അശ്അരി അഖീദ പറയാൻ വേണ്ടി പറയുമ്പം ഇവരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാറില്ല. പലർക്കും ഇവരുടെ ഗ്രന്ഥങ്ങൾ തന്നെ അറിയില്ല. ഇവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയാൽ ഖുർആനും ഹദീസും കാണൂല. അഖ്ലാനിയത്ത് നിറഞ്ഞു കിടക്കുന്നത് കാണാം, മുഅ്തസിലിയത്ത് നിറഞ്ഞു കിടക്കുന്ന, കുഫ്റും ദലാലത്തും നിറഞ്ഞു കിടക്കുന്നതായി കാണാം. അബൂ ഹാമിദ് അൽ ഗസാലി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത്, അദ്ദേഹം അവസാനം തൗബ ചെയ്തു. അദ്ദേഹം അവസാനം ബുഖാരി നെഞ്ചത്ത് വെച്ചിട്ടാണ് മരിച്ചത്. ഞാൻ ഹദീസ് പഠിച്ചിട്ടില്ലല്ലോ എന്ന ഖേദത്താൽ. മുഅ്തസിലി അഖീദ അശ്അരി അഖീദയായി സ്ഥാപിച്ച ഇമാമുൽ ഹറമൈൻ അബുൽ മആലി അബ്ദുൽ മലിക് അൽ ജുവൈനി, അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ തൗബ ചെയ്തിട്ടാണ് മരണപ്പെട്ടത്. താനിച്ച ഈത്തിസാലിയത്തും ഗുഫറും നലാലത്തും സ്ഥാപിച്ച് ഗ്രന്ഥ എഴുതി ശിഷ്യന്മാരുണ്ടാക്കിയിട്ട് മരിക്കാൻ നേരത്തെ തൗബ ചെയ്തു. ഫഖറുദ്ദീൻ അർ റാസി അവസാന കാലഘട്ടത്തിൽ തൗബ ചെയ്തു എന്നാണ് പറയുന്നത്. ഇമാം ബാക്കില്ലാനി അവസാന കാലഘട്ടത്തിൽ തൗബ ചെയ്തിട്ട് ഗ്രന്ഥ എഴുതിയതാ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ഇവിടെയൊക്കെ നേതാവ് ഇവർ ചേർത്തി പറയുന്ന അബുൽ ഹസൻ അൽ അശ്അരി തന്നെ അവസാനം ഇമാം അഹ്മദിന്റെ അഖീദയിലേക്ക് വന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പറയാറുണ്ട്, അശ്അരികളായ അനുയായികൾ അവരുടെ നേതാക്കന്മാരെ കണ്ട് പാഠം പഠിക്കട്ടെ. നേതാക്കന്മാരെന്നെ അവസാനം എല്ലാം ഇട്ടിട്ട് തൗബ ചെയ്തു പോയി. ഇപ്പൊ അനുയായികൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ അശ്അരിയെ തന്നെ നടക്കണം. ഇവരാണ് അശ്അരികളുടെ നേതാക്കന്മാർ, ഇമാമുമാർ. ഇവരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചിട്ടാണ് അശ്അരിയത്ത് പറയേണ്ടത്. ഇവരെന്ത് വന്നത്? അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി, അബ്ദുൽ ഖാദിർ അൽ ബഗ്ദാദി അല്ല, അബ്ദുൽ ഖാഹിർ അൽ ബഗ്ദാദി, അദ്ദേഹം പക്ക അശ്അരിയാണ്. ശേഷക്കാരായ ഒരുപാട് പണ്ഡിതന്മാർ അശ്അരി സരണിയിലൂടെ പോയിട്ടുണ്ട്. അടിസ്ഥാനപരമായും ഈ എണ്ണിയ 7 പേരാണ് അല്ലെങ്കിൽ 8 പേരാണ് അശ്അരി മദ്ഹബിലെ ഇമാമുമാർ. ഇവരുടെ ഗ്രന്ഥങ്ങളാണ് നമ്മൾ അശ്അരിയത്ത് പഠിക്കാൻ അവലംബിക്കേണ്ടത്. അശ്അരികളുടെ ദലാലത്ത് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഗ്രന്ഥത്തിൽ പോകണം. അശ്അരികൾ ബിദഈകളാണെന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവർ ബിദഈകളാണ്. എന്നാൽ കാഫിറുകളാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ സംസാരമുണ്ട്, ചർച്ചയുണ്ട്. അശ്അരികൾ കാഫിറുകളാണോ അല്ലയോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ അശ്അരികൾ കാഫിറുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളുള്ളയോട് ചോദിച്ചു, ജഹ്മികളെ കാഫിറാക്കിയല്ലോ സലഫുകൾ, എന്താ അശ്അരികളെ കാഫിറാക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജഹ്മികൾ പറയുന്നത് പോലെ അശ്അരികൾ പറഞ്ഞാൽ നമ്മൾ അവരെയും കാഫിറാക്കും എന്ന്. അശ്അരികളുടെ പല വാദങ്ങളും കുഫ്റൻ വാദങ്ങളാണ് എന്നതിനാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പല പണ്ഡിതന്മാരും അശ്അരികളെ കാഫിറുകളായി കണ്ടിട്ടുണ്ട്. അടിസ്ഥാനപരമായും 7 മസ്അലകളിൽ അശ്അരികൾ സഹാബാക്കളുടെ അഖീദക്ക് എതിരായ സലഫുകൾ, സഹാബാക്കളടക്കമുള്ള സലഫുകൾ കുഫ്റാൻ എന്നതിൽ ഇജ്മാ ഉള്ള മസ്അലയിൽ അശ്അരികൾ ആ അഖീദ പേറുന്നവരാണ്. സഹാബാക്കളടക്കമുള്ള സലഫുകൾ കുഫ്റാണെന്ന് ഐക്യകണ്ഠേന പറഞ്ഞ 7 മസ്അലകൾ അശ്അരി അഖീദയാണ്. ഒന്നാമത്തേത്, അശ്അരികൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ, തൗഹീദുൽ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ സഹാബാക്കൾക്കെതിരാണ്. അശ്അരികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ലാ റബ്ബ ഇല്ലല്ലാ എന്നാണ്. തബ്ലീഗിന്റെ ദഅവത്തുണ്ടല്ലേ, റുബൂബിയത്തിലേക്കാണ്. അശ്അരിയത്താണ്. ഈ കണ്ടു കാണുന്ന വസ്തുക്കൾക്കൊന്നും ഒരു കഴിവുമില്ല അല്ലാഹ് കൊടുത്താലല്ലാതെ. തബ്ലീഗുകാരെ നമുക്ക് നേരത്തെ പറയാൻ പറ്റിയില്ല. തബ്ലീഗുകാരുടെ ഉസൂലുകളും ബിദ്അത്തുകളും പിന്നീട് സംസാരിക്കാം.
തബ്ലീഗുകാർ അശ്ശരികളാണ്. അശ്ശരി അക്കീദയൊക്കെ തബ്ലീഗുകാരിലുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ കുറെ തബ്ലീഗുകാരുണ്ട്, അവർ ജമാഅത്ത് പോയിട്ടേ അറിയൂ തബ്ലീഗിനെ. തബ്ലീഗ് എന്ന് പറഞ്ഞാൽ ജമാഅത്ത് പോക്കല്ലേ, അതിലെന്താണ് ബിദ്അത്തുള്ളത്? തബ്ലീഗുകാർക്ക് തബ്ലീഗ് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അവർ കൂടിയ പ്രസ്ഥാനത്തിന്റെ ലലാലത്ത് എന്താണെന്ന് അവർക്കറിയില്ല. അതവർ പഠിച്ചിരുന്നുവെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തബ്ലീഗിൽ നിന്നും തബ്ലീഗുകാർ വിരണ്ടോടുമായിരുന്നു. എല്ലാ അഴുക്കുകളും കൂടിച്ചേരുന്ന ഒരു പ്രസ്ഥാനം. സൂഫികളാണവർ, ബിദഅകളാണവർ. ലലാലാത്തുകളുടെ വഴികളെല്ലാം തബ്ലീഗുകാരുടെ അഖീദയിലുണ്ട്. പക്ഷെ തബ്ലീഗുകാർക്ക് അറിയില്ല. പിന്നെ കേരളത്തിലെ കുറെ തബ്ലീഗുകാർ, നമ്മളൊരു പ്രസ്ഥാനത്തെ അവർ ബിദഅകളാണ്, ലാലുകളാണ്, നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും അങ്ങനെയാണെന്നല്ല. വ്യക്തികളിൽ സലഫി അഖീദ സ്വാധീനിച്ച വ്യക്തികളുണ്ട്. പക്ഷെ തബ്ലീഗ് വിട്ടു വന്നിട്ടില്ല. തബ്ലീഗിന്റെ പല കാര്യത്തെയും ഇഷ്ടപ്പെട്ടിട്ട് അവിടെ കൂടുന്നവരുണ്ട്. പാടില്ല, പക്ഷെ കൂടുന്നവരുണ്ട്. തബ്ലീഗിന്റെ ഉസൂലുകളും മൻഹജുകളും, നമ്മളൊരു പ്രസ്ഥാനത്തിന്റെ ഉസൂലുകളും മൻഹജുകളുമാണ് ചോദ്യം ചെയ്യുക, വിലയിരുത്തുക. തബ്ലീഗുകാരുടെ ഉസൂലുകളും മൻഹജുകളും വഴികേടാണ്. ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഉസൂലുകളും മൻഹജുകളും വഴികേടാണ്. അതാണ് നമ്മൾ വഴികേട് എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഓരോ വ്യക്തിയും നരകത്തിലാണ് എന്ന് നമ്മൾ വിധി കൊടുത്തിട്ടില്ല. അത് ഇവർ തെറ്റായി പ്രചരിപ്പിച്ചതാണ്. നമുക്ക് അശ്ശരികൾ തൗഹീദുർ റുബൂബിയത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. തൗഹീദുൽ ഉലൂഹിയത്തിന് ഒരു പ്രാധാന്യവും നൽകാത്തവരാണ്. അതുകൊണ്ട് തന്നെ തബ്ലീഗുകാർ തൗഹീദുർ റുബൂബിയത്തിലേക്കാണ് ക്ഷണിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുക്കൽ ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്, ഉണ്ടാക്കാനുള്ള കഴിവ് അല്ലാഹ്ക്ക് മാത്രമാണ്. ഈ കണ്ടു കാണുന്ന വസ്തുക്കൾക്ക് ഒരു കഴിവുമില്ല അല്ലാഹ് കൊടുത്താലല്ലാതെ. തബ്ലീഗുകാരുടെ ജമാഅത്ത് പോയാൽ അവർ പറയും ഈ കണ്ടു കാണുന്ന വസ്തുക്കൾക്കൊന്നും ഒരു കഴിവുമില്ല അല്ലാഹ് കൊടുത്താലല്ലാതെ. ഞാൻ തബ്ലീഗുകാരുടെ കൂടെ ജമാഅത്ത് പോയിട്ടുണ്ട് 10 ദിവസം 3 ദിവസമൊക്കെ. അപ്പം നമ്മുടെ അമീർ നമുക്ക് പഠിപ്പിച്ചിരുന്നു. പഠിക്കുന്ന കാലത്ത് പോയപ്പോൾ ഒരു അമീർ പഠിപ്പിക്കുകയാണ്, ലാ ഇലാഹ, ഇബ്രാഹിം നബിയുടെ തീക്ക് ചൂടില്ല ഇല്ലല്ലാ അല്ലാഹ് കൊടുത്താലല്ലാതെ. അതാണോ അസല്? അസലെന്താണ്? തീയുടെ ചൂടല്ലേ? അതുകൊണ്ടല്ലേ അള്ളാഹു തീയോട് പറഞ്ഞത് യാ നാറകൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം, ഇബ്രാഹിമിന് തണുപ്പാകണമെന്ന് തീയോട് പറഞ്ഞത് എന്തിനാണ്? തീ ചൂടായത് കൊണ്ടാണ്. ഇവർ പറയാണ് ലാ ഇലാഹ, തീക്ക് ചൂടില്ല ഇല്ലല്ലാ അല്ലാഹ് കൊടുത്താലല്ലാതെ. ലാ ഇലാഹ, ഇബ്രാഹിം നബിയുടെ കത്തിക്ക് മൂർച്ചയില്ല ഇല്ലല്ലാ അല്ലാഹ് കൊടുത്താലല്ലാതെ. ലാ ഇലാഹ, ജീപ്പ് സ്റ്റാർട്ടാവൂല ഇല്ലല്ലാ അല്ലാഹ് സ്റ്റാർട്ടാക്കിയാലല്ലാതെ. കണ്ടു കാണുന്ന വസ്തുക്കൾക്കൊന്നും ഒരു കഴിവുമില്ല അല്ലാഹ് കൊടുത്താലല്ലാതെ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഖാദിറ അലൽ ഇഖ്തിറാഇ ഇല്ലല്ലാഹ്. ഞാൻ ഈ പറഞ്ഞ കാര്യം തബ്ലീഗുകാർ നിഷേധിക്കട്ടെ, ഇന്നും ജമാഅത്തിൽ പോയി പറയുന്നത് തന്നെയാണ്. പക്ഷെ സലഫി ദഅവത്ത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അവരുടെ വ്യക്തികളിൽ. പലരും തിരുത്തിയിട്ടുണ്ട്, അത് വിട്ടു വന്നിട്ടില്ല എങ്കിലും. രണ്ടാമത്തെ അവരുടെ ഉസൂല് അവരുടെ സഹാബാക്കൾക്കെതിരായത് ഈമാനിലാണ്. ഈമാനിൽ അശ്ശരികൾ സഹാബാക്കളുടെ അഖീദക്കെതിരാണ്. സഹാബാക്കൾക്ക് ഈമാൻ നമ്മൾ വിശദീകരിച്ച ഓരോന്നും ഇൻഷാല്ലാ ഓരോ മാസവും വിശദീകരിക്കും. അവിടെ ഗ്രന്ഥങ്ങൾ ഉദ്ദേശിച്ച് തന്നെ വിശദീകരിക്കും. ഞാൻ ഷോർട്ടായിട്ട് പറയാണ്. ഈമാൻ എന്ത് എന്ന വിഷയത്തിൽ അശ്ശരികൾ സഹാബാക്കളുടെ അഖീദക്കെതിരാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടുക്കൽ സഹാബാക്കളടക്കമുള്ള സലഫുകൾ ഇജ്മാ ആയ കാര്യമാണ് ഈമാൻ എന്നാൽ നാവ് കൊണ്ട് പറയലും ഹൃദയം കൊണ്ട് അംഗീകരിക്കലും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ്. ഖൗലും ബിൽ ലിസാൻ, ഇഅ്തിഖാദും ബിൽ ജനാൻ, അമലും ബിൽ അർക്കാൻ, യസീദു ബിത്താഅ വയൻഖുസു ബിൽ ഇസ്യാൻ. 4 നൂനുകളാണ് ഈമാൻ. ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയണം. ഇഅ്തിഖാദും ബിൽ ജനാൻ, ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. അമലും ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് ദീനനുസരിച്ച് പ്രവർത്തിക്കണം, ദീന്റെ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കണം. യസീദു ബിത്താഅ വയൻഖുസു ബിൽ ഇസ്യാൻ, ഈമാൻ അനുസരണയിലൂടെ കൂടുകയും ധിക്കാരത്തിലൂടെ കുറയുകയും ചെയ്യും എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇതാണ് ഈമാൻ എന്നതിൽ സലഫുകൾ ഇജ്മാ ആണ്. ഇമാം ഷാഫി പറയാണ് സഹാബാക്കടക്കമുള്ള സലഫുകൾ ഇജ്മാ ആണ്. എന്നാൽ അശ്ശരികളുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ സത്യപ്പെടുത്തൽ മാത്രമാണ്, തസ്ദീഖ്. അശ്ശരികൾക്ക് അബൂ താലിബ് മുസ്ലിമാണ്. അശ്ശരികളായ നമ്മളെ കേരളത്തിലെ സമസ്തക്കാർ പറയും അബൂ താലിബ് പിന്നീട് അല്ലാഹ് സ്വർഗത്തിൽ കടത്തുന്നു. അബൂ താലിബ് കാഫിറായിട്ടാണ് മരിച്ചതല്ലേ? വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി യദിയാനിൽ ബരിയതി ദീന ലൗലൽ മലാമതു ഹദാരി മസബ്ബതൻ ലവജതനി സംഹം ബിദാക മുബീന എന്ന് പാടിയിട്ട് മരിച്ച ആളാണ്. അല മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ട് മരിച്ച ആളാണ് അബൂ താലിബ്. അബൂ താലിബ് നരകത്തിലാണ്, അയാൾ കാഫിറാണ്. എന്നാൽ അശ്ശരികൾക്ക് അദ്ദേഹം കാഫിറല്ല, തസ്ദീഖ് ഉണ്ടായിട്ടുണ്ട്. എന്താണ്? വലഖദ് അലിംതു, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അന്ന ദീന മുഹമ്മദിൻ, മുഹമ്മദിന്റെ ദീന്
മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന, ദീനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ദീനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് അബൂ താലിബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അബൂ താലിബ് മുസ്ലിമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കേരള സമസ്തക്കാരൊക്കെ അത് വാദിക്കും. പകര അഹ്സനി ഉണ്ടല്ലോ, സ്വപ്നജീവി, സി എം മടവൂരിന്റെ ഇല്ലാ കറാമത്തും കള്ളക്കത് സി എം മടവൂരിന്റെ മായാവിയും ഡിങ്കിനുമായി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, പകര അഹ്സനി. അയാൾ പറഞ്ഞാണ് അബൂ താലിബ് അവസാനം സ്വർഗത്തിൽ പോകുന്നു. അയാൾ പ്രസംഗമുണ്ട്, കാഫിറായി മരിച്ച അബൂ താലിബ് സ്വർഗത്തിൽ പോകുന്നു. തസ്ദീഖ് മാത്രമാണ് അശ്ശരികൾക്ക് ഈമാൻ. ഖൗലു ബിൽ ലിസാൻ അമലു ബിൽ അർക്കാൻ, ഇത് രണ്ടുമില്ല. മൂന്നാമത്തേത് അശ്ശരികൾ സഹാബാക്കൾക്ക് അഖീദക്കെതിരായത് നഫിയുഹും ഉലൂവല്ലാഹി തആല ഖൽഖിഹി, അല്ലാഹു അർശിന്റെ മുകളിലാണ് എന്നതിനെ അശ്ശരികൾ നിഷേധിക്കുന്നു. അല്ലാഹു എവിടെയെന്ന് ചോദിച്ചാൽ അവര് അശ്ശരികൾ പറയും അല്ല എവിടെ എന്ന് ചോദിക്കൽ കുഫ്റാണ്. അശ്ശരികൾ പറയും അല്ല എവിടെ എന്ന് ചോദിക്കൽ കുഫ്റാണ്. ആരെങ്കിലും അല്ല എവിടെയെന്ന് ചോദിച്ചോ കാഫിറാണ്. അപ്പൊ ആദ്യം ആര് കാഫിറായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറായി. റസൂലുള്ളാഹി ആ അടിമസ്ത്രീ ചോദിച്ചില്ല ഐനല്ലാ, അപ്പോൾ ആ അടിമസ്ത്രീ പറഞ്ഞു അല്ലാഹു ഫിസ്സമാ. അശ്ശരികൾ ഐന എന്ന ചോദ്യം അല്ലാഹനെ സംബന്ധിച്ച് ചോദിക്കാൻ പറ്റാത്ത കുഫ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അർശിന്റെ മുകളിലല്ല. റഹ്മാൻ അലൽ അർശി ഇസ്തവ എന്നതിനെ അവർ അംഗീകരിക്കുന്നില്ല അശ്ശരികൾ. പണ്ഡിതന്മാർ ഇതൊക്കെ ഇത് നിഷേധിച്ചവൻ കാഫിറാണെന്ന് പറഞ്ഞ അഖീദകളാണ് ഇതൊക്കെ. ആരെങ്കിലും അല്ലാഹു അർശിന്റെ മുകളിലല്ല എന്ന് പറഞ്ഞവൻ കാഫിറാണ് എന്ന് പറഞ്ഞ അഖീദയാണിത്. അത് അശ്ശരികൾ പറയുന്നത് അല്ലാഹു അർശിന്റെ മുകളിലല്ല. സഹാബാക്കളുടെ അഖീദക്ക് എതിരായ നാലാമത്തെ അശ്ശരികളുടെ അഖീദ, അശ്ശരികൾ പറയും ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമല്ല. ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമല്ല. സലഫുകളുടെ അഖീദ എന്താണ്? അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്, ഖുർആൻ അള്ളാഹിന്റെ സംസാരമാണത്, സൃഷ്ടിയല്ല. അശ്ശരികൾ പറയുന്നത് ഖുർആൻ അല്ല സംസാരിച്ചത്, പിന്നെ ജിബ്രീലാണ്. ഒന്നുകിൽ ജിബ്രീല് ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് എടുത്തതാണ്, ലൗഹിൽ മഹ്ഫൂദിൽ അള്ളാഹു സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അള്ളാഹു വായുവിൽ സൃഷ്ടിച്ചു, അത് ജിബ്രീൽ ചെയ്തതാണ് എന്നാണ് പറയാ. അശ്ശരികൾ ഖുർആന്റെ വിഷയത്തിൽ പേച്ചു പോയവരാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല എന്ന് വാദിക്കുന്നവരാണ് അവർ. പക്ഷെ അതൊക്കെ വിശദമായി തെളിവ് സഹിതം അവരുടെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് നമുക്ക് വിശദീകരിക്കാനുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല. അള്ളാഹുവിന്റെ സംസാരം അള്ളാഹിന്റെ സിഫത്താണ്. അള്ളാഹുവിന്റെ സംസാരത്തിന് ശബ്ദമുണ്ട്, ഹർഫുണ്ട്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ. ഇതിനെതിരാണ് അശ്ശരികൾ. പണ്ഡിതന്മാർ പറഞ്ഞു ആരെങ്കിലും ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമല്ല അല്ലെങ്കിൽ ഖുർആൻ സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് സലഫുകൾ ഇജ്മാ ഉണ്ട്. ആ ഇജ്മാഇനെതിരായിട്ടാണ് അശ്ശരികൾ ഖുർആൻ അള്ളാഹിന്റെ സംസാരമല്ല എന്ന് പറയുന്നത്. മുഅ്തസിലാക്കളെയും ജഹമികളെയും ഫോളോ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും അത്. അഞ്ചാമത്തെ കാര്യം നഫിയുഹും അൽ ഹർഫ വസ്സൗത ഫി കലാമില്ല, അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫും സൗത്തും ഇല്ല. ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരം, സൗത്ത് ശബ്ദം. അശ്ശരികൾ പറയും അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫും ഇല്ല, സൗത്തും ഇല്ല. അത് സൃഷ്ടികളുടെ സിഫത്താണ്. സംസാരിക്കുമ്പോൾ ശബ്ദം, എന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നല്ലോ, അത് അള്ളാഹുവിന്റെ സംസാരത്തിന് ശബ്ദമില്ല. രണ്ട്, അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫും ഇല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫും സൗത്തുമില്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ കുഫർ ആരോപിച്ച അഖീദയാണ് ആരുടെ അഖീദ? അശ്ശരികളുടെ അഖീദ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്? അള്ളാഹുവിന്റെ സംസാരത്തിന് ഹർഫുണ്ട്, സൗത്തുണ്ട്. അള്ളാഹുവിന്റെ സംസാരത്തിന് അക്ഷരങ്ങളും ഉണ്ട്, അത് കേൾക്കപ്പെടുന്നതും ആണ്. അപ്പൊ മൊത്തത്തിൽ അഹ്ലുസുന്നത്ത് പറയും ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല. അതിന് ഹർഫും ഉണ്ട്, സൗത്തും ഉണ്ട്. അള്ളാഹുവിന്റെ സംസാരം അള്ളാഹുവിന്റെ സിഫത്താണ്, വിശേഷണമാണ്. ആറാമത്തെ കാര്യം അശ്ശരികൾ സഹാബാക്കളുടെ അഖീദക്കെതിരായി പറഞ്ഞ ആറാമത്തെ അഖീദ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നവരാണ് അശ്ശരികൾ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയും അള്ളാഹ്ക്ക് കൈയില്ല, അത് അള്ളാഹുവിന്റെ കഴിവാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്കൽ അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ കൈ എന്നാൽ അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്, അവയവല്ല. അള്ളാഹുവിന് അവയവമുണ്ട് എന്ന് പറയൽ കുഫറാണ്. യദുല്ല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. അള്ളാഹുവിന് കൈയുണ്ട്, അത് അള്ളാഹിന്റെ വിശേഷണമാണ്. അള്ളാഹ്ക്ക് യോജിച്ച രീതിയിലുണ്ട്, എങ്ങനെയെന്ന് നമുക്കറിയില്ല. നമ്മുടെ കൈ പോലത്തെ കൈ എന്ന് പറഞ്ഞാൽ കുഫറാണ്, അള്ളാഹ് തശ്ബീഹ് ചെയ്യാൻ പാടില്ല. ഇന്ന കൈ പോലത്തെ കൈയാണ് എന്ന് പറയാൻ പാടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്താണ്? അള്ളാഹുവിന്റെ സിഫാത്തിനെ സംബന്ധിച്ചിട്ട് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞോ അത് അള്ളാഹുവിനുണ്ട്. അള്ളയും അള്ളാഹിന്റെ റസൂലും പറഞ്ഞ വാചകത്തിന്റെ
ഭാഷാപരമായ അർത്ഥം എന്താണോ ആ അർത്ഥത്തിൽ തന്നെ. യദ് എന്ന് പറഞ്ഞാൽ കൈ, മുഖം എന്ന് പറഞ്ഞാൽ മുഖം, വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം, അങ്ങനത്തെ ഉണ്ട്. അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ എങ്ങനെയെന്ന് നമുക്കറിയില്ല. അള്ളാഹുവിന് യോജിച്ച രീതിയിൽ അതുണ്ട്. അതായത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ഒന്ന് ചോദിച്ചു, അർ റഹ്മാൻ അലൽ അർശിസ്തവ എന്ന് ഖുർആനിലുണ്ടല്ലോ, റഹ്മാൻ അർശിന്റെ മുകളിലായി. അള്ളാഹു അർശിന്റെ മുകളിലാണ് ഇജ്മാഅ്. അശ്ശരികളെ എതിർക്കുന്ന പറഞ്ഞല്ലോ, അശ്ശരികൾ അള്ളാഹു മുകളിലല്ല എന്ന് പറയുന്നവരാണ്. അള്ളാഹ് എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന അശ്ശരികൾ വരെ ഉണ്ട്. അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. വഹദത്തുൽ വജൂദിന്റെ ജഹമികളുടെ വാദം തൂണിലും തുരുമ്പിൽ അള്ളാഹു ഉണ്ട് എന്ന് വാദിക്കുന്ന അശ്ശരികളുണ്ട്, തബ്ലീഗുകാരുണ്ട്. എന്നോട് വാദിച്ചിട്ടുണ്ട് തബ്ലീഗ് പണ്ഡിതന്മാര് സംസാരിക്കുമ്പോൾ. ഇമാം മാലിക്കിനോട് ഒരാൾ ചോദിച്ചു, അള്ളാഹു അർശിന്റെ മുകളിലായി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം എന്താണ്? ഇമാം മാലിക്കിന്റെ മറുപടി, അൽ ഇസ്തിവാഉ മാലൂം, അള്ളാഹു അർശിന്റെ മുകളിലായി എന്നത് അറിയപ്പെട്ട കാര്യമാണ്. ഖുർആനിലുണ്ട് അർ റഹ്മാൻ അലൽ അർശി ഇസ്തവ. ഹദീസിൽ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്, മിൻ ഫൗഖി സബഇ സമാവാത്, ഏഴാകാശത്തിന്റെ മുകളിൽ നിന്നും അള്ളാഹു ആയത്തിറക്കിന്നൊക്കെ ഇഷ്ടംപോലെ ഹദീസുകളിലും വന്നിട്ടുണ്ട്. അത് അറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫിയത്തു മജ്ഹൂല, അത് എങ്ങനെയെന്ന് നമുക്കറിയില്ല. അള്ളാഹു അർശിന്റെ മുകളിലായി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിന്റെ മുകളിലായതുപോലെയാണോ? അല്ല, അത് സൃഷ്ടികളുടെ സിഫത്താണ്. അള്ളാഹിന്റെ സിഫത്ത് അള്ളാഹിനെ സംബന്ധിച്ച് നമുക്ക് അള്ളാഹു പറഞ്ഞു തന്നതേ അറിയട്ടെ, അപ്പുറത്തെ അറിയില്ല. അപ്പൊ അള്ളാഹു അർശിന്റെ മുകളിലായി എന്ന് പറഞ്ഞു, അത് എങ്ങനെ നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്, അത് വിശ്വസിക്കൽ നിർബന്ധമാണ്, വാജിബാണ്. വസ്സുആലു അൻഹു ബിദ്അ, അത് എങ്ങനെയെന്ന് ചോദിക്കൽ ബിദ്അത്താണ്. അത് എങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല. അള്ളാഹു അർശിന്റെ മുകളിലാണോ, എങ്ങനെയായത് ചോദിക്കാൻ പാടില്ല, ബിദ്അത്താണ്. അള്ളാഹു അർശിന്റെ മുകളിലായോ? ആയി. ആരാ പറഞ്ഞേ? അള്ളാഹു പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു. അപ്പൊ പിന്നെ എങ്ങനെയെന്ന് പറയണ്ടേ? പറ്റൂല. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂലും എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിക്കാൻ പാടില്ല, ബിദ്അത്താണ്. അപ്പൊ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും എന്താണോ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതിന്റെ ഭാഷാർത്ഥം തേടുന്ന അർത്ഥത്തിൽ തന്നെ അതുണ്ട്. ഇത് അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്, എങ്ങനെ നമുക്കറിയില്ല. അപ്പോൾ ഇമാം മാലിക് ഈ ബിദൈക്ക് ഈ ആ വ്യക്തിക്ക് കൊടുത്ത ആ മറുപടിയാണ് അള്ളാഹിന്റെ എല്ലാ സിഫാത്തിലും നമുക്ക് പറയാനുള്ളത്. അള്ളാഹുവിന് കൈയുണ്ട്, അള്ളാഹുവിന്റെ കൈ അറിയപ്പെട്ടതാണ്, അത് എങ്ങനെ നമുക്കറിയില്ല, അതുണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്, അതിനെങ്ങനെയെന്ന് ചോദിക്കൽ ബിദ്അത്താണ്. അള്ളാഹുവിന് മുഖമുണ്ട്, അതറിയപ്പെട്ട കാര്യമാണ്, അത് എങ്ങനെയെന്ന് അറിയില്ല, അതിന് ഉണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്, അത് എങ്ങനെയെന്ന് ചോദിക്കൽ ബിദ്അത്താണ്. എല്ലാം അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചൊക്കെ ഇമാം മാലിക് പറഞ്ഞ ഇതേ വാക്ക് പറഞ്ഞാൽ മതി. അതിന്റെ അഖീദ. എന്നാൽ അശ്ശരികൾ പറയും അള്ളാഹുവിന് 7 സിഫത്തുകളെ വ്യാഖ്യാനിക്കാതെ ഉള്ളൂ. 7 സിഫത്ത് ഒഴിച്ച് ബാക്കി എല്ലാ സിഫത്തുകളെയും വ്യാഖ്യാനിക്കണം, നേർക്ക് നേരെ പറയാൻ പറ്റൂല എന്നാണ് ഒരു ഉസൂലാണ്. നമ്മളറിയില്ല 3 ഉസൂല്. മൂന്നാമത്തെ ഉസൂൽ എന്താണ്? അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് അള്ളയും അള്ളാന്റെ റസൂലും പറഞ്ഞതിന്റെ ബാഹ്യാർത്ഥം അത് സദൃശ്യപ്പെടുത്തലാണ്, അത് അംഗീകരിക്കാൻ പാടില്ല. മാത്രമല്ല അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ടല്ല, അള്ളാഹു സംസാരിക്കുക, അള്ളാഹുവിന്റെ സംസാരത്തെ അശ്ലീലം നിഷേധിക്കുന്നുണ്ട്. അള്ളാഹു കോപിക്കുക, തൃപ്തിപ്പെടുക പോലുള്ള പ്രവർത്തനങ്ങളൊന്നും അള്ളാഹ്ക്കില്ല. ഇതൊക്കെ അശ്ലീലം നിഷേധിക്കുന്നവരാണ്. അതിനൊക്കെ അവർ ദുർവ്യാഖ്യാനിക്കും. അവർ പറയും നല്ല വ്യാഖ്യാനാണ്, സത്യം അത് ദുർവ്യാഖ്യാനാണ്. 7 സിഫത്തുകൾ മാത്രമേ അശ്ശരികൾ ദുർവ്യാഖ്യാനിക്കാതെ അംഗീകരിക്കൂ. അതും ഖുർആനിൽ വന്നതുകൊണ്ടല്ല. ഒരു ആൾ ഇലാഹാകണമെങ്കിൽ ഈ 7 സിഫത്ത് അയാൾക്കുണ്ടാകണം, അതുകൊണ്ട് അംഗീകരിച്ചത്. അല്ലാണ്ട് ഖുർആനിൽ ഹദീസിൽ വന്നതുകൊണ്ടല്ല. അതൊക്കെ വിശദമായി പണ്ഡിതന്മാർ മറുപടി ഇട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വിശദമായി സംസാരിക്കും. 7ാമത്തെ മസ്അല, അശ്അരികൾ സഹാബാക്കളുടെ അഖീദയായി സ്വീകരിച്ച 7ാമത്തേത്, നാളെ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ ഉലൂഹിലായി കാണുകയില്ല. അള്ളാഹുവിന്റെ റുഇയത്തിനെ നിഷേധിക്കാൻ. സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അള്ളാഹിനെ കാണലാണ്. അശ്ശരികൾ പറയും അവർ അള്ളാഹിനെ കാണുന്നില്ല എന്ന് നിഷേധിക്കില്ല. അള്ളാഹു ഉലൂഹിൽ, അള്ളാഹു അർശിന്റെ മുകളിലല്ലേ, മുകളിലായി അള്ളാഹിനെ കാണും എന്നത് നിഷേധിക്കും. അപ്പൊ എന്തിനെ നിഷേധിക്കലാണ്? കാണുന്നതിനെ നിഷേധിക്കുക തന്നെയല്ലേ. ഒരു ജിഹത്തിലായിട്ടാണ് അള്ളാഹിനെ കാണുക. എങ്ങനെ കാണാം അള്ളാഹിനെ? അള്ളാഹുവിന് യോജിച്ച രീതിയിൽ അള്ളാഹു മുകളിലാണ്, അങ്ങനെയാണ് അള്ളാഹിനെ കാണുക. അശ്ശരി പറയും അള്ളാഹിനെ കാണും, മുകളിലല്ല. അപ്പൊ മുഅ്തസിലികൾ ചിരിച്ചിട്ട് കളിയാക്കിയിട്ട് പറയും, എന്ത് പൊട്ടന്മാരെ നിങ്ങൾ പറയുന്നത്? കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേണ്ടേ? അള്ളാഹുവിന് യോജിച്ചൊരു ഭാഗം അല്ല ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നുകിൽ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹിനെ കാണൂല എന്ന് പറയും, അള്ളാഹു ഉലുവിലുമല്ല അള്ളാഹിനെ കാണൂല്ല മുഅ്തസിലികൾ പറഞ്ഞു. അല്ലെങ്കിൽ അഹ്ലുസുന്ന പറയുന്ന പോലെ പറയും, അള്ളാഹുവിനെ കാണും, ഉലൂബിലായിട്ട് കാണും. ഇത് രണ്ടിന്റെ ഇടയിൽ മൂന്നാമത്തൊന്നും നിങ്ങൾ അള്ളാഹിനെ കാണും, ഉലൂബിലല്ല, പിന്നെ എങ്ങനെ അള്ളാഹിനെ കാണുക? റസൂൽ പറഞ്ഞു ഇന്നക്കും സതറൗന റബ്ബക്കും കമാ
തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. അല്ലെ, നിങ്ങൾ പൂർണ്ണചന്ദ്രന്റെ രാത്രിയിൽ പൂർണ്ണചന്ദ്രനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ കാണും. അങ്ങനെ നമ്മൾ പൂർണ്ണചന്ദ്രനെ കാണുക രണ്ട് രീതിയിലാണ്. ഒന്ന്, പൂർണ്ണചന്ദ്രൻ എവിടെയാണ്? മുകളിലാണ്. രണ്ട്, പൂർണ്ണമായും കാണോ? ഈ ഭാഗേ കാണോ? ഈ ഭാഗം കാണോ? ആകാശത്ത് ഇങ്ങനെയല്ലേ ഉള്ളത്, ഇതേ കാണും, ഇവിടെ കാണൂല എന്നതുപോലെ അള്ളാഹുവിനെ മുകളിലായിട്ടും കാണും, പൂർണ്ണമായും വലയം ചെയ്യാൻ നമുക്ക് സാധിക്കൂല. അള്ളാഹിനെ കാണും. അള്ളാഹു ഉലൂബിലായിട്ട് സ്വർഗത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹിനെ നമ്മളെ കണ്ണുകൊണ്ട് നേർക്ക് നേരെ കാണലാണ്. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ അശ്ശരികൾ അതിനെ വളച്ചൊടച്ച് നിഷേധിക്കുന്നവരാണ്. ഈ 7 മസ്അലകളിൽ അശ്ശരികൾ സഹാബാക്കളുടെ അഖീദക്കെതിരാണ് എന്നല്ല അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ കുഫ്റാണെന്ന് പറഞ്ഞ 7 അഖീദകളാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട പല പണ്ഡിതന്മാരും അശ്ശരികൾ കാഫിറാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇനി കാഫിറാണ് എന്ന് നമ്മൾ പറയുന്നില്ല എങ്കിലും അശ്ശരികൾ കടുത്ത ബിദഈകളാണ്, വാലുകളാണ്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ അശ്ശരികളുടെ ഓരോ അഖീദയും നമുക്ക് വിശദമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ ദീൻ ആയത്തിൽ പഠിക്കാൻ, സഹാബാക്കളുടെ അഖീദയും മനഹജും ശരിയായ രീതിയിൽ ആയത്തിൽ പഠിക്കാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹാബാക്കളുടെ അഖീദയിലും മനഹജിലുമായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.